CPI-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട CC മുകുന്ദൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? CC മുകുന്ദൻ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തി. ഡൽഹി കേരള ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പിന്തുണയ്ക്കുന്നതിൽ ആലോചിച്ച് തീരുമാനം അറിയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, CC മുകുന്ദനെ ഡൽഹിക്ക് വിളിപ്പിച്ച് ചർച്ചകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ മനസ്സിൽ ചില പദ്ധതികൾ ഉണ്ടാകുമല്ലോ. പക്ഷേ താഴെത്തട്ടിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പാർട്ടി വിട്ട് വരുന്നവരെ മുഴുവൻ കോൺഗ്രസ് സ്വീകരിക്കാനിരിക്കുകയാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുമുണ്ടല്ലോ. എങ്ങനെ ഈ പ്രശ്നം ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പരിഹരിക്കും? ശ്രീജ, ഈ CC മുകുന്ദനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തതയുണ്ട്. കാരണം ആര് വിളിച്ചു, എപ്പോൾ വിളിച്ചു എന്നതിനെ സംബന്ധിച്ച ഈ ഒരു വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. ഏതായാലും CC മുകുന്ദൻ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം നമ്മളിപ്പോൾ ഉള്ള കേരള ഹൗസിലെ 207 നമ്പർ മുറിയിൽ CC മുകുന്ദൻ ഉണ്ട്. CC മുകുന്ദൻ ഇന്ന് രാവിലെ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഉറപ്പ് CC മുകുന്ദൻ ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടില്ല. KC വേണുഗോപാൽ ഇന്ന് രാവിലെ പാർലമെന്റിന്റെ തിരക്കുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില കേരളത്തിൽ നിന്നുള്ള നേതാക്കളെയൊക്കെ കാണാൻ വേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ടോ എങ്കിലും CC മുകുന്ദൻ ഇതുവരെയും കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ നാട്ടികയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളൊക്കെ CC മുകുന്ദൻ സ്ഥാനാർത്ഥിയാകുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അവിടെ സുനിൽ ലാലൂരിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടി ഏറെക്കുറെ ഈ കോൺഗ്രസിൽ ധാരണയുമൊക്കെ ആയിരുന്നു. ഈ അവസാന നിമിഷം ഈ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊരു ആശങ്ക ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ CC മുകുന്ദൻ ഡൽഹിയിൽ എത്തിയ സാഹചര്യത്തിൽ അദ്ദേഹവുമായി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അത് എപ്പോൾ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇന്ന് രാവിലെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച CC കൂടിക്കാഴ്ച ഉണ്ടാകില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മറ്റു രണ്ട് നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അവർ ഈ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്ന ഒരു കാര്യം മാത്രമാണ് CC മുകുന്ദന് നിലവിൽ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് പല ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. CC മുകുന്ദന്റെ പിന്തുണ സംബന്ധിച്ചാണ് ഇപ്പോൾ ബാലു വിവരങ്ങൾ നൽകിയത്.